ബിഗ് ബോസിൻ്റെ പുതിയ ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ്. ബിഗ് ബാങ് വീക്ക്. ബിഗ് ബോസ് എല്ലാവരെയും അനൗൺസ് ചെയ്ത് ലിവിംഗ് റൂമിലേക്ക് വിളിക്കുകയാണ്. ലിവിംഗ് റൂമിൽ വന്നിരുന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഓക്കെ പൈസ പണപ്പെട്ടി വെക്കുന്ന ടാസ്ക് ആണെന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും വന്നിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഇത് വെറും പണപ്പെട്ടി വെക്കുന്നൊരു ടാസ്ക് അല്ല, ഇത് വിവിധ ഘട്ടങ്ങളിലായിട്ട് എല്ലാവർക്കും പണം കിട്ടാൻ സാധ്യതയുള്ള ടാസ്ക് ആണെന്ന് അനൗൺസ് ചെയ്യുന്നു. പല ടാസ്കുകളിലൂടെയാണ്, അതായത് ഇവിടെ ഒരാൾക്ക് മാത്രമായിട്ട് ആ പൈസ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, എല്ലാവർക്കും കൂടെ ഉള്ള ഒരു ഗെയിമാണ്. അപ്പോൾ എല്ലാവർക്കും കിട്ടും, നെവിൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കിട്ടും. പക്ഷേ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കിട്ടുന്ന പൈസ ആർക്കൊക്കെയാണോ കിട്ടുന്നത് അത് വിജയുടെ ഒരു എമൗണ്ടിനകത്തുനിന്ന്, വിജയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു 1 crore rupeesനകത്തുനിന്ന് കുറഞ്ഞിട്ടായിരിക്കും മറ്റുള്ളവർക്ക് അത് വീതിച്ചു കൊടുക്കുന്നത്. അതായത് വിജയുടെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പൈസയ്ക്കകത്തുനിന്നാണ് ഇവർക്ക് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പൈസ കൊടുക്കുന്നത്, പ്ലസ് ഈ ടാസ്ക് നടത്താൻ പോകുന്നത്. ബിഗ് ബോസ് നല്ലൊരു ചെറ്റത്തരാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും പൈസ ആകെ 1 കോടി രൂപ കൊടുക്കുന്നത്, അതിനകത്തുനിന്ന് എത്രയോ രൂപ കട്ട് ചെയ്തിട്ടാണ് വിജയ്ക്ക് കിട്ടുന്നത്. അതിനകത്തുനിന്നും കട്ട് ചെയ്തിട്ട് ഇവിടെ ഉള്ള ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. അതിന് പകരം അവർക്ക് ആ ഒരു ടാസ്ക്, പണപ്പെട്ടി വെക്കുന്ന ടാസ്ക് വെച്ചാൽ മതി, അതെടുത്തിട്ട് ആരെങ്കിലും പൊക്കോളും. അതെല്ലാം അവർക്കത് നടത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പൈസ വെച്ച് നടത്തട്ടെ. അല്ലാതെ വിജയ്ക്ക് ഒരു പൈസ പ്രഖ്യാപിച്ചിട്ട് അതിനകത്തുനിന്ന് ടാസ്ക് നടത്തി ബാക്കിയുള്ളവർക്ക് പൈസ കൊടുക്കുക എന്ന് പറയുന്നത് എന്തൊരു മര്യാദകേടാണ്. അപ്പോൾ ഈ വിജയ്ക്ക് കൊടുക്കുന്നത് എന്താണ് അർത്ഥം? ഒരു പെർട്ടിക്കുലർ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് എമൗണ്ട് കട്ട് ചെയ്ത് ടാസ്കുകൾ നടത്തുക, ബാക്കിയുള്ളവർക്ക് കൊടുക്കുക, എന്നിട്ട് അതിലൂടെ അവരെ നിലനിർത്തുക എന്നൊക്കെയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതൊട്ടും ഫെയർ അല്ല, വെറും അൺഫെയർ ആണ്. എന്തായാലും നെവിൻ്റെ മുഖത്തൊരു സന്തോഷമില്ല, ബിക്കോസ് നെവിൻ ഇത് കളിക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവരെല്ലാവരും ഭയങ്കര ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട് അതെന്തൊരു ഗെയിമാണ്, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അപ്പോൾ ഈ വിജയായിട്ട് വരുന്ന ആളാരാ, ഞാൻ ആരാ, പൊട്ടനാ എന്നുള്ള രീതിയിലായിപ്പോവും അവസാനം. എന്തായാലും നല്ലൊരു എമൗണ്ട് ബിഗ് ബോസ് ഇതിനകത്തുനിന്ന് ഇറക്കാൻ സാധ്യതയുണ്ട്. എക്സ്ട്രാ ആയിട്ടൊന്നും ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല. ബിഗ് ബോസിന് ഈ ആഴ്ച ഓടിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഇത് TRP നിലനിർത്താൻ ഒരു ഗെയിമുമായി. വിജയ്ക്ക് പൈസ ഫുള്ള് കൊടുക്കുകയും വേണ്ട, ആ പൈസയ്ക്കകത്തുനിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ളൊരു ഗെയിം നടത്തി എല്ലാവരും സന്തോഷിപ്പിച്ച് എല്ലാവരും ഇവിടെ നിർത്തുകയും ചെയ്യാം. ബിഗ് ബോസിൻ്റെ പ്ലാൻ എന്തായാലും സൂപ്പറാണ്. നിങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ച് തോന്നുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക.